കഴുകി വെച്ച 2 പീച്ചിങ്ങിന് ഇതാണ് തോരൻ വെക്കണത്. ആദ്യം 2 സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഏണ് നല്ലോണം ഇങ്ങനെ കളയാം. എന്നിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കാം. ഇത് മുഴുവൻ നുറുക്കിയെടുക്കട്ടെ കേട്ടോ. പാൻ വെച്ച് എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, പച്ചമുളക്, വേപ്പില, കറിവേപ്പില എന്നിവ ഇട്ടിട്ട് ഇതൊന്ന് വാടി വരണം. അതുവരെ വെക്കണം. പുക വന്നത് തീ ഒരു സ്വല്പം വലുതായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തീ ചെറുതാക്കിയിട്ട് ഒന്ന് ചെറുതായി വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങ, മഞ്ഞൾ പൊടി, 1 കപ്പ് തേങ്ങ, അതിലേക്ക് മഞ്ഞൾ പൊടി, അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞ് വെച്ച പീച്ചിങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അതിലേക്ക് ആവശ്യമായി ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീട്ടാവശ്യത്തിനുള്ള വിഷരഹിതമായ പച്ചക്കറികൾ വീട്ടിൽ വളർത്തിയെടുക്കുന്നത് വളരെ നല്ലതാണ്. കുറച്ച് നേരം മൂടി വെച്ചിട്ട് പിന്നെ തുറന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിൽ വെള്ളമുണ്ട്. ഇതേ കണ്ട സൈഡിൽ കാണിക്കുക. സൈഡിലേക്ക് വെള്ളം കണ്ട. ഈ വെള്ളം വറ്റണം. അപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അത് വറ്റിക്കുക. അതിൻ്റെ കൂടെ ഉപ്പുണ്ടോയെന്ന് നോക്കി പോരാത്ത ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പുണ്ട്. വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ ഒരു തോരനാണ്. പിന്നെ ഇത് വീട്ടിലുണ്ടായി പൊട്ടിച്ച പീച്ചിങ്ങ കൃഷി ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ നമ്മൾ കയ്പക്കായ, പടവലങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന പോലെ വിത്ത് മുളപ്പിച്ച് പറിച്ച് കുഴിച്ചിട്ട് അതിന് കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്കിൻ്റെ വെള്ളമോ ആട്ടുംകാട്ടോ ചാണകപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ
താനെ ഉണ്ടായിക്കോളും. പടർത്തി കൊടുക്കണമെന്ന് മാത്രം. എനിക്ക് പന്തലിടാൻ അറിയാത്ത കാരണം ഞാൻ വേപ്പ്, പേര, മുരിങ്ങ അങ്ങനത്തെയൊക്കെ പടർത്തി ഉണ്ടാക്കിയെടുത്തതാണ്. എന്നാലും വേണ്ടതിലധികം വീട്ടിലേക്ക് ആവശ്യമുള്ളത് കിട്ടും നമുക്ക്. ഇനി നല്ലോണം വെള്ളം വറ്റി. ഇപ്പോൾ വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കറിക്ക് ഉപയോഗിക്കാം, വിളമ്പി ഉപയോഗിക്കാവുന്നതാണ്.